ഫ്രണ്ട്സ്, ദിസ് ഇസ് നന്ദന ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ മെയ്ഡ് ബൈ നന്ദന. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സ്റ്റഡി വിത്ത് മീ വ്ളോഗിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു +1 സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് +1 സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ് +1 സയൻസ് എങ്ങനെയാണ്, എളുപ്പമുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ബട്ട് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ലിറ്റിൽ ബിറ്റ് ടഫായിട്ടുള്ള സംഭവമാണ് +1 സയൻസ്. +2 അതിനേക്കാൾ ടഫായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ +1 ഇപ്പോഴേ ടഫാണെന്ന് പറഞ്ഞത്. കാരണം ഒരുപാട് പേരുടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു +2 ടഫാണ്, +1 ഇച്ചിരിയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ പറയുമ്പോഴൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല പറയുന്നത്. അപ്പോൾ നമ്മുടെ 10th പോലെ അല്ല. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സിൽ 3rd ചാപ്റ്റർ, 2nd ചാപ്റ്റർ. 3rd ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ടഫ്. അന്നുള്ള പോർഷൻസ് അന്ന് കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫിസിക്സിലുള്ള നമ്മുടെ 3rd ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിനും 2nd ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും ഒരു ഇച്ചിരി ടഫാണ്. അത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻസൊക്കെ കൃത്യം അറിഞ്ഞാൽ ഓക്കെ. പിന്നെ എന്താണ് ഈ ആക്സിലറേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലുതായിട്ട് അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ അത് മാത്രമല്ല പാരാബോള എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് പഠിച്ചാൽ മാത്രമേ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ പഠിക്കാതെയാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ ബാക്കി പറയുന്നതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ പോലെ അല്ല ഫിസിക്സ് എന്ന് പറയുന്നത്, മാറ്റമുണ്ട്. പിന്നെ ഞാനിവിടെ 2nd ലാംഗ്വേജ് ഹിന്ദിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൽ ഹിന്ദിയേ ഇല്ല. ഹിന്ദി എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരു പുതിയ വാക്കുകളാണ്, അങ്ങനെയല്ല പ്രശ്നം. നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ അപേക്ഷിച്ച് നോക്കുന്നെങ്കിൽ ഈ പത്ര, ഡയറി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ലെറ്ററും ഡയറിയും, അതൊക്കെ നമ്മുടെ +1 വരുമ്പോൾ ഈ ലെറ്ററും ഡയറി എഴുതേണ്ടത് 2.5 പേജാണ്. മുന്നേ എഴുതിക്കൊണ്ടിരുന്നത് 1.5 പേജ് എഴുതണം എന്ന് ഒരു നിർബന്ധമില്ല. അര പേജ് എഴുതിയാലും ടീച്ചർമാർ മാർക്ക് തരുമായിരുന്നു. അര പേജിന് 3/4 പേജൊക്കെ എഴുതണം 10ാം ക്ലാസ് വരെ. പക്ഷേ നമ്മൾ ആനുവൽ എക്സാം 10ാം ക്ലാസ് എഴുതുന്ന സമയത്ത് ഒരു പേജോ 1.5 പേജ് എഴുതണം. പക്ഷേ ഇപ്പോൾ അത് വന്നിട്ട് 2.5 പേജാണ് എഴുതാനുള്ളത്. അപ്പോൾ ഹിന്ദി കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് അറിയാവുന്നവർ മാത്രം ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഹിന്ദി വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹിന്ദി എടുത്തത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇനി എഴുതാനുള്ള ബുദ്ധിമുട്ട്, അതായത് എഴുതാനായിട്ട് നമ്മൾ മലയാളം പോലെ എഴുതണം, ആ ഒരു പാടേ ഉള്ളൂ. പിന്നെ +1 വന്നിട്ട് നമ്മുടെ പഴയ ഹിന്ദി പോലെ ക്യാരക്ടർ സ്കെച്ചൊന്നും അധികം ഇല്ലായിരുന്നല്ലോ പണ്ട്. പക്ഷേ ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ക്യാരക്ടർ സ്കെച്ച് പോലെ അല്ലടാ, ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ തന്നെ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏത് പഠിക്കണം എന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഹിന്ദി എന്ന് പറയുന്ന കേസിൽ ഉണ്ടാവുന്നത്, പൊതുവെ ഉണ്ടാകുന്ന കേസ്. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഹിന്ദിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പണ്ടത്തേക്കാളും കുറച്ചുകൂടെ ലോങ് ആയിട്ട് എഴുതുക. പിന്നെ പഴയ പോലത്തെ ലെറ്ററൊന്നും അല്ല +1 എഴുതുമ്പോൾ. പ്രത്യേകിച്ചൊന്നുമില്ലടാ, നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫോർമലായിരുന്നു, ബട്ട് ഇപ്പോൾ ഇൻഫോർമലാണ്. അങ്ങനെയൊക്കെയാണ് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫോർമൽ ഒക്കെ തിരിഞ്ഞും മാറിയൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഫോർമലായിരിക്കും, ചിലപ്പോൾ ഇൻഫോർമലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് രണ്ടും എഴുതാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷിലെ അപ്രിസിയേഷൻ പണ്ട് 10 മാർക്കിന് ചോദിക്കുന്ന സംഭവമൊന്നുമല്ല, 6 മാർക്കിന് ചോദിക്കുള്ളൂ. ഇപ്പോൾ അത് 10 മാർക്കായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എഴുതുക. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഇച്ചിരി ഒരു ഇതാണ്. ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ മോൾ കോൺസെപ്റ്റ് ഒക്കെ 10ൽ നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് തറവാവുള്ളൂ. ഇല്ലെങ്കിൽ പറ്റൂല. കാരണം നമ്മൾ 10ലെ ആ മോൾ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് ഈസി ആയിരിക്കും കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ ബോട്ടണി, സുവോളജിയും വലിയ പാട് എന്നൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ലാറ്റിൻ നെയിംസൊക്കെ നമ്മൾ പഠിക്കുമല്ലോ, ഹോമോസാപ്പിയൻസ്, അങ്ങനെയുള്ള ലാറ്റിൻ നെയിംസൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ് ഈ ഒരു ബോട്ടണി, സുവോളജി ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ മാത്സിൽ പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് സ്കൂളിൽ വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് നോക്കേണ്ട ഒരു പാടില്ല, അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ സ്കൂളിൽ 2nd ചാപ്റ്റർ നടക്കുന്നതേ ഉള്ളൂ. ഈ 2 ചാപ്റ്റേഴ്സ് നല്ല ചാപ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്ത് ഓരോരോ ചാപ്റ്ററിൻ്റെ അന്നുള്ള പാർട്സ്, ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് പോവാം എന്നൊരു ഗുണമാണുള്ളത്. അപ്പോൾ മാത്സ് എനിക്കിപ്പോൾ നിലവിൽ വലിയ പാടൊന്നുമില്ല. ഇനി അവസാനം ഫസ്റ്റ് എളുപ്പമായിട്ട് ഇനി അങ്ങോട്ട് പാടാവുമോ എന്ന് അറിഞ്ഞുകൂടാ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ക്ലാസ്സിലിരിക്കുന്ന സമയത്തൊന്നും ആദ്യത്തെ 2 മാസം ഒന്നും മനസ്സിലാവില്ല. മാത്സ് മാത്രമാണ് ഇച്ചിരിയെങ്കിലും മനസ്സിലായത്. പിന്നെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ വലിയ കുഴപ്പമുള്ള ചാപ്റ്ററൊന്നുമല്ല, എളുപ്പമാണ്. നമ്മുടെ മാത്സിലെ സെറ്റ്സില്ലേ അതുപോലത്തെ ഒരു ചാപ്റ്ററാണ്, വലിയ പാടുള്ളതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ചാപ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ടാണ് ഫിസിക്സിൽ പാടുള്ളത്. കെമിസ്ട്രിയും വലിയ പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡ് ചാപ്റ്റർ ഒരുപാട് തിയറി ഉണ്ട് എന്നൊരു പ്രോബ്ലമേ ഉള്ളൂ. അത് തിയറി പഠിച്ചു പോകാം എന്നുള്ളവർക്ക് കുഴപ്പമില്ല, പ്രോബ്ലംസിനേക്കാളും തിയറി എളുപ്പമുള്ളവർക്ക് കുഴപ്പമില്ല എന്ന് സാരം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ +1 സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ്. ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.